ബഹുമാനപ്പെട്ട ബിജു അച്ഛ, ഷിനോയ് അച്ഛ, പ്രിയപ്പെട്ട അമ്മമാരെ, കുടുംബാംഗങ്ങളെ, എനിക്കല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇവിടെ വന്നെത്തുവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അത് ആർമണ്ടച്ചൻ്റെ പ്രത്യേക മാധ്യസ്ഥമായിട്ട് ഞാൻ കാണുകയാണ്. ഞാനൊരു 3-4 വർഷമായിട്ട് രോഗത്തിൻ്റെ ചികിത്സയിലാണ്. ഇത് ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പ് വരെ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാനും ഇവിടെ എത്താനും പറ്റുമെന്നില്ല. പക്ഷെ എനിക്ക് ആർമണ്ടച്ചൻ്റെ ഈ ദേവദാസ പദവിയിൽ ഉയർത്തുന്നതിന് അവിടെ ആർമണ്ടച്ചൻ്റെ കബറിടത്തിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് ഈശോയോട് പറഞ്ഞു, നിന്റെ ഹിതം പോലെ അത് നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടതെല്ലാം ദൈവം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു എന്ന് എനിക്ക് സന്തോഷത്തോടും നന്ദിയോടും കൂടി പറയാനായിട്ട് സാധിക്കും. ആർമണ്ടച്ചനെ പറ്റി പറയുമ്പോൾ ഒരു 7 വയസ്സ് മുതലുള്ള ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊന്നും ഞാൻ പറയുന്നില്ല. കുറെയെല്ലാം ഞാൻ പറയാതെ തന്നെ ആർമണ്ടച്ചൻ്റെ വിശുദ്ധിയെ പറ്റി ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ്റെ മരണശേഷം നമ്മൾ പല തലങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം പത്രങ്ങളിലും എല്ലാവരുടെയും വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാൻ മഠത്തിൽ ചേരുന്ന സമയത്ത് എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിയത്. ഞങ്ങൾ തമ്മിൽ വലിയ ഒരു ആത്മീയ ബന്ധമുണ്ട്. ഞാൻ ദൈവങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് അച്ഛനോടാണ് ആദ്യം പറയുന്നത്. അച്ഛൻ എനിക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. പിന്നെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കത്തുകൾ എഴുതിയിരുന്നത് ഞാനായിരുന്നു. തുടർച്ചയായിട്ട് കത്തുകൾ എഴുതും. അച്ഛന് കത്തുകൾ എഴുതിയാൽ അച്ഛൻ ഉടനടി മറുപടി നൽകും. അച്ഛൻ്റെ കത്തുകളിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ പ്രധാന നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം അച്ഛൻ്റെ കത്തുകളിലെല്ലാം 2 കാര്യങ്ങളേ ഉള്ളൂ. ധ്യാനം നടത്തിയാണ്, ധ്യാനം മുറയ്ക്ക് നടക്കുന്നു, ധ്യാന വിജയത്തിനായി പ്രാർത്ഥിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ വിശുദ്ധിയുടെ നിറകൂടമായിരുന്നു. ഞാൻ മഠത്തിൽ ചേർന്ന് സിസ്റ്ററായതിനു ശേഷം ഈ കപ്പൂച്ചിൻ സഭയിലെ ഒരു അച്ഛൻ ഞങ്ങൾ പേരാവൂർ മഠത്തിൽ ഞാനായിരിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ വന്നു. അപ്പൊ അച്ഛനെ ഞാൻ പരിചയപ്പെട്ട്, ഞാൻ ജൂനിയറായിരിക്കുന്ന കാലമാണ്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാൻ ആർമണ്ടച്ചൻ്റെ നിങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ ഒരു അച്ഛനുണ്ട്, എൻ്റെ അമ്മാവൻ അച്ഛനുണ്ട്, അമ്മയുടെ ആങ്ങളയുണ്ട്. അപ്പൊ അന്ന് അച്ഛൻ എടുത്തപടി എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനൊരു സന്യാസിനിയായിട്ട് 50 വർഷമാകാൻ പോകുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞത്, ഞങ്ങളുടെ സഭയിലെ നെടും തൂണുകളിൽ ഒന്നാണ് ആർമണ്ടച്ചൻ എന്നാണ്. അപ്പൊ എനിക്കറിയാം നമ്മളച്ഛൻ്റെ സ്വഭാവ സവിശേഷതകളെ പറ്റിയും അച്ഛൻ്റെ പെരുമാറ്റ ശൈലിയെ പറ്റിയും ഒക്കെ ഇനി ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അത് അനുഭവവേദ്യമാണ്. എനിക്ക് അച്ഛൻ്റെ വിശുദ്ധിയെ പറ്റി സംശയമൊന്നുമില്ല. അച്ഛൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നോട് പലരും ചോദിച്ചു, രോഗസൗഖ്യത്തിനായി അച്ഛനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറില്ല. എൻ്റെ സൗഖ്യത്തിനായി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതം, എന്നെ സംബന്ധിച്ച ദൈവഹിതം എന്തോ അത് നിറവേറട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അർത്ഥവാക്യമാണ്. ആർമണ്ടച്ചൻ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവവും അദ്ദേഹത്തെ തന്നോട് ചേർത്ത് നിർത്തി. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത്, അച്ഛൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, അച്ഛനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നൽകും. ഇപ്പോൾ കബറടക്കങ്ങളിലൊക്കെ നമുക്ക് പോയി പ്രാർത്ഥിക്കാം. എനിക്ക് ഈ ദിവസങ്ങളൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ ആ കബറടക്കങ്ങളിൽ ഒരിക്കൽ കൂടി പോകാൻ പറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അതെനിക്ക് സാധിച്ചു കിട്ടി. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു.
ഇന്നത്തെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കുറേ പേരെല്ലാം എനിക്ക് പരിചയമുണ്ട്. ഞാൻ കുഞ്ഞമ്മയുടെയും അച്ഛൻ്റെയും കൂടെയൊക്കെയാണ് ഈരമ്പനാൽ ഉള്ള സിസ്റ്റേഴ്സിനെയും ഈരമ്പനാൽ കുടുംബാംഗങ്ങളെയും മാധവത്ത് കൂടരഞ്ഞിയിലുള്ള കുടുംബം അവിടെയൊക്കെ ഞാൻ പല പ്രാവശ്യവും പോയിട്ടുണ്ട്. അവരെ ഇപ്പം എന്നെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ഷേപ്പൊക്കെ മാറിയാണ് ഇപ്പം വന്ന് നിങ്ങൾ കണ്ട പോലെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ പരിചയപ്പെടാനും കുറേ പേരുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ എനിക്ക് കാരണമായത് കുഞ്ചമ്മയും ആർമണ്ടച്ചനുമാണ്. ആർമണ്ടച്ചന് എല്ലാവരോടും സ്നേഹമായിരുന്നു, കരുണയായിരുന്നു. എന്താവശ്യം പറഞ്ഞാൽ സാധിച്ചു തരാനായിട്ട് അച്ഛൻ പ്രത്യേകമായിരുന്നു. എനിക്കൊരു എൻ്റെ ഉടുപ്പിടിയിൽ നിന്ന് അച്ഛന് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞാൻ നിത്യവ്രതത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് ഒരു കോഴ്സിലായിരിക്കുമ്പോൾ അച്ഛൻ 2 ഡസൻ കൊന്തയൊക്കെ ആയിട്ട് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, ഞാനൊരു ധ്യാനത്തിന് പോവുകയാണ്, അതുകൊണ്ട് നിന്റെ നിത്യവ്രതത്തിന് വരാൻ പറ്റുകയില്ലെന്ന്. ഞാൻ അന്നേരം പറഞ്ഞു, അച്ഛൻ എൻ്റെ ഉടുപ്പിടിയിൽ നിന്ന് വന്നില്ല, നിത്യവ്രതത്തിനെങ്കിലും വന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. അച്ഛനത് ആ പരിപാടി മാറ്റി വെച്ചിട്ട് എൻ്റെ നിത്യവ്രതത്തിന് വന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും കരുതലും സ്നേഹവും സൗഹൃദവും ഒക്കെ അച്ഛന് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇനി ഞാൻ അനുഭവങ്ങളൊന്നും പറയാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ അച്ഛനെ പറ്റിയുണ്ട്, അത് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. കുട്ടികളുടെ നല്ല കലാപരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അച്ഛനോട് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ.